അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ കോൺഗ്രസിൽ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകളിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ്. മുന്നണിക്ക് വേണ്ടി പൊരിവെയിലത്ത് പ്രവർത്തിച്ച പ്രവർത്തകരെ നിരാശരാക്കരുതെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം തുറന്നടിച്ചു. ആരെ മുഖ്യമന്ത്രിയാക്കണമെന്നതിൽ ലീഗ് ചർച്ച നടത്തിയിട്ടില്ലെന്നും PMA സലാം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തവർ മുഖ്യമന്ത്രിയാകുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് ഐക്യമുന്നണി സർക്കാരിൽ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിട്ടുണ്ടല്ലോ എന്നായിരുന്നു മറുപടി. വോട്ടെടുപ്പിന്റെ തലേന്ന് മുതൽ കോൺഗ്രസിൽ ആരംഭിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകൾ പരിധി വിട്ടു പോകുന്നതിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. അത് പരസ്യമാക്കിയിരുന്നില്ലെന്ന് മാത്രം. എന്നാൽ സമൂഹ മാധ്യമങ്ങളിലും പുറത്തും നടക്കുന്ന പോരാട്ടം വോട്ടർമാർക്ക് അസഹ്യമായെന്ന വിലയിരുത്തലാണ് ലീഗ് നേതൃത്വം തുറന്നു പറച്ചിലിന് തയ്യാറായത്. UDF ഭരണം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് UDF ഘടകകക്ഷികൾക്ക് അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ ചർച്ച പുറത്തു വരുന്നത് പൊതുസമൂഹത്തിൽ വിടുന്നത് ശരിയല്ല, ഒരു ഉചിതമായ നടപടിയല്ല എന്ന് മുസ്ലിം ലീഗ് ഉറച്ചു വിശ്വസിക്കുകയാണ്. വോട്ടർമാരുടെ ഇടയിലും UDF പ്രവർത്തകരുടെ ഇടയിലും നൈരാശ്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നേതാക്കൾ പോകരുത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകണമെന്നത് അവരുടെ ആഭ്യന്തര കാര്യമാണെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. അഭിപ്രായം ചോദിച്ചാൽ മാത്രം പറയുന്നതാണ് നേരത്തെയുള്ള സമീപനം. മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഇത്തവണയും അതുതന്നെയായിരിക്കും ലീഗിന്റെ നിലപാട്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തയാൾ മുഖ്യമന്ത്രിയായി വരുന്നത് ശരിയാണോ എന്ന ആവർത്തിച്ചുള്ള ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ ലീഗിന്റെ താല്പര്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന സംശയം ശക്തമാണ്. എന്തിനാണ് നിങ്ങൾ 5 ഒതുക്കുന്നത്? നിങ്ങൾ എപ്പോഴും പറയുമ്പോൾ ലീഗിന് ഉപമുഖ്യമന്ത്രി, ലീഗിന് 5 മന്ത്രിമാർ, പിന്നെ അതിന് കാരണം ചോദിച്ചാൽ പറയും ലീഗ് പണ്ട് ഉപമുഖ്യമന്ത്രിയായിട്ടുണ്ടല്ലോ, ലീഗ് പണ്ട് മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ. അതെന്താ ചോദിക്കാത്തത്? 5-5-ലേറെയൊക്കെ ആവാ അനുമോദേ, വെറും 5 ഒതുക്കല്ലേ ഞങ്ങളെ. ഇതിൽ ആവശ്യപ്പെടുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ചർച്ച ചെയ്ത് കൂട്ടായ ഒരു തീരുമാനം എടുക്കും. വിസ്മയം. ഫലപ്രഖ്യാപനത്തിന് മുമ്പേ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയതിൽ മുസ്ലിം ലീഗിനെ കൂടാതെ മറ്റു ഘടകകക്ഷികൾക്കും അതൃപ്തിയുണ്ട്. ലീഗ് അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ മറ്റു പാർട്ടികളും അതിന് തയ്യാറായേക്കുമെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.